Watch full episodes on Jio Hotstar. കള്ളൻ കള്ളൻ ദേ കള്ളൻ മോഷ്ടിക്കുന്നേ കള്ളൻ പോകുന്നേ പിടിക്കൂ പിടിക്കൂ കള്ളൻ 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 അവനെ പിടിക്ക് മോഷ്ടിച്ചു കൊണ്ട് ഓടുന്നേ ലഡു സിംഗ് സർ, ആ കള്ളൻ ഓടിക്കളഞ്ഞു. അയാളുടെ ഓട്ടം കാണുമ്പോ എനിക്ക് തോന്നുന്നത് അയാൾ ഒരു അത്ലറ്റിക് ആയിരിക്കുമെന്ന്. അതൊന്നും സാരില്ല ശിവ. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്, നിനക്കറിയാലോ. ശിവ, ഞാൻ ആ കള്ളനെ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കും. ഹലോ ലഡ്ഡു സിംഗ് സാറേ, ഞാൻ ഇന്റർനാഷണൽ സ്പോർട്സ് ടൂർണമെന്റിന്റെ കമ്മിറ്റി മാനേജറാണ്. ഇന്ത്യയിലെ അത്ലറ്റിക് റീപ്രസെന്റ് ചെയ്യുവാനായിട്ട് തെരഞ്ഞെടുത്ത സ്റ്റാർ കളിക്കാരൻ ഷംഷീർ സിംഗിനെ ഇന്നലെ മുതൽ കാണാതായി. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് തുടർച്ചയായി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇവനാണ് ഗോൾഡ് മെഡൽ മേടിക്കുന്ന ഒരു കളിക്കാരൻ. ജമ്പിങ് മാത്രമല്ല, ജിംനാസ്റ്റിക്, റണ്ണിങ്, എല്ലാത്തിനും ഇവന് ഗോൾഡ് മെഡലാ കിട്ടുന്നത്. പ്ലീസ് അവനെ ഒന്ന് പെട്ടെന്ന് അന്വേഷിച്ചു തരൂ. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് അവൻ. സർ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഒരു കള്ളം ഓടിപ്പോന്നത് ഞാൻ കണ്ടു. ശരിക്കും നിങ്ങൾ പറഞ്ഞ എല്ലാ അടയാളങ്ങളും അയാളിലുണ്ട്. എന്തൊക്കെയാ ഈ പറയുന്നത്? ഒരു സ്റ്റാറായ അത്ലറ്റിക് മോഷണമോ? ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ലഡ്ഡു സിംഗ് സാറേ, ഇതാണ് അവന്റെ ഫോട്ടോ. എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്നലെ സ്പോർട്സ് കമ്മിറ്റി മാനേജർ അയാൾ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ അതുപോലെ ഒരാളെ ഞാൻ നേരിട്ട് കണ്ടതാ. അതേപോലത്തെ ചാട്ടവും അതുപോലത്തെ ഓട്ടവും. അയാൾ ഒരു മോഷ്ടാവാണ്. നോ നോ ശിവ, ഐ ഡോണ്ട് തിങ്ക് നീ നേരിട്ട് കണ്ട കള്ളൻ അയാൾ സ്റ്റാർ അത്ലറ്റിക് ആവാൻ വഴിയില്ല. ലോക പ്രശസ്തനായ ഒരു ചാമ്പ്യൻ മോഷണം നടത്താനോ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. നെവർ. നീ പറഞ്ഞത് ശരിയാണ് രേവ. ഇപ്പൊ എന്തായാലും ആ കള്ളനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങ് മറന്നേക്കാം. കാരണം സ്റ്റാർ അത്ലറ്റിക്കിനെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ എങ്ങനെയാ? ആദി ലഡ്ഡു സിംഗ് സാറ് താഴെ നിപ്പുണ്ട്, നോക്കി കേക്കോണോ? ദേ ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. എന്റെ അടുത്ത് പ്ലാൻ ഉണ്ട്. ലഡു സിംഗ് സർ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അതെ, ഒന്ന് ഉറക്കം പറയൂ. ഈ ചെവി കൂടെ എനിക്കിപ്പോ ഒന്നും കേക്കാതായിന്നേ. എന്നാ അപ്പുറത്തെ ചെവി ഇങ്ങനെ പിടിച്ച് കേക്ക്. അല്ല ശിവ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇതുവഴി പോകുകയായിരുന്നു. ശരി, അപ്പൊ നിന്നെ കണ്ട് ആ കേസിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തേലും ഒരു വഴി കിട്ടുമെന്ന് കരുതി വന്നതാ. ഞാൻ വന്നപ്പോ മുതൽ നിങ്ങൾ വെറുതെ ഇരുന്ന് വർത്തമാനം പറയാന്നല്ലാതെ ഒരു പ്ലാനിങ്ങും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴെങ്കിലും സത്യം തുറന്നു പറഞ്ഞല്ലോ. ലഡു സിംഗ് സർ, ഈ കേസ് നമ്മൾ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരുമിച്ച് ആ സ്റ്റാർ അത്ലറ്റിക്കിനെ കണ്ടുപിടിക്കണം. കം ഓൺ ഫ്രണ്ട്സ്. അല്ല, കള്ളനിപ്പോ എങ്ങോട്ടാ പോയത്? രവ, നീ എത്രയും പെട്ടെന്ന് ആ രത്ന ജ്വല്ലേഴ്സിലേക്ക് വന്നേക്കൂ. വരുന്നതിന് മുൻപ് ലഡു സിംഗ് സാറിനെ അറിയിക്കൂ. ഞാൻ ആ കള്ളനെ കണ്ടെന്ന് പറ.
സോറി അങ്കിൾ, നോക്കി പോയിക്കൂടെ? സോറി സോറി സ്പീഡ് സോറി സൈക്കിൾ ഓടിയിട്ട് സോറി. പോകുമ്പോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? അല്ല, ഈ കള്ളൻ എങ്ങോട്ടാ പോയത്? വീണ്ടും ഇയാള് മറഞ്ഞു പോയിന്നാ തോന്നുന്നത്. എന്തായാലും ഒന്ന് മോളിൽ പോയി നോക്കാം. അങ്കിൾ, നിങ്ങൾ ഇനി ഒരു വഴിക്കും രക്ഷപ്പെടാനാവില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ചു തന്ന് നല്ല രീതിയിൽ സറണ്ടർ ആവുന്നതായിരിക്കും നല്ലത്. കുട്ടി, എന്നെ അങ്ങനെ തടയാമെന്ന് നീ വിചാരിക്കണ്ട. മര്യാദക്ക് വഴിന്ന് മാറാൻ നോക്ക്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എടാ പഠിച്ച കള്ള, നീ എത്ര തന്നെ വികൃതി കാണിക്കാൻ ശ്രമിച്ചാലും എന്റെ അടുത്ത് നടക്കില്ല. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എന്നുള്ള പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ആണ് നിന്നോട് വഴക്കിട്ടത്, അറിയോ നിനക്ക്? ഞാനിങ്ങനെ നേരിട്ട് നിന്നോട് വഴക്കിടാൻ വന്നാൽ നിന്റെ കാര്യം എന്താവുന്ന ആലോചിക്കേ. ഇവൻ വല്ലാത്ത പറഞ്ഞ വിത്താണല്ലോ. ബൈ ബൈ. ഈ അത്ലറ്റിക് കള്ളനെ കൊണ്ട് ഞാൻ ആകെ ടെൻഷൻ പിടിച്ചിരിക്കാണ്. എന്തപ്പ ചെയ്യാ? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ലഡ്ഡു സിംഗ് സാറേ, എന്റെ സ്റ്റാർ അത്ലറ്റിക്കിനെ പറ്റി വല്ല വിവരം കിട്ടിയോ? ടൂർണമെന്റ് തുടങ്ങാനായിട്ട് ആകെ ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അവനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യത്തിന് ഗോൾഡ് മെഡൽ ഇത്തവണ കിട്ടില്ല. അത് കൊള്ളാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റാർ കളിക്കാരനെ കുറിച്ചാണ് ചിന്ത. എനിക്കാണെങ്കിൽ എന്റെ യൂണിഫോമുള്ള സ്റ്റാർ പോവാന്നാണ് എന്റെ പേടി. എന്തായാലും എനിക്കിപ്പോ മനസ്സിലായി, നിങ്ങളുടെ ആ സ്റ്റാർ കളിക്കാരനാണ് കള്ളനെന്ന്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇപ്പൊ തന്നെ ആ ടി വി ഒന്ന് കണ്ടേ നോക്ക്. നാളെ മുതൽ വേദ നഗരത്തിൽ ഇന്റർനാഷണൽ ടൂർണമെന്റ് സ്പോർട്സ് തുടങ്ങാനിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർ അത്ലറ്റിക്കിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദ നഗരത്തിൽ ഒരു കള്ളൻ എല്ലാവരെയും കബളിപ്പിച്ച് ഇഷ്ടാനുസരണം വേദ നഗരത്തിൽ മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കള്ളന്റെ സ്റ്റൈല് ഒരു അത്ലറ്റിക്കിനെ പോലെയാണ്. ചിലപ്പോ ഈ കള്ളൻ കാണാതെ പോയ ആ അത്ലറ്റിക്ക മറ്റോ ആണോ? സത്യമെന്തെന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ അത്ലറ്റിക് ഒരു കള്ളനാണെന്ന്. അവൻ പാവപ്പെട്ടവനാണ്, പക്ഷെ ഒരിക്കലും കള്ളനാവില്ല. എനിക്ക് പോവാൻ സമയമായി. നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. എടാ റാം, ഈ വടി നല്ല ബലമുള്ളതാണല്ലോ. നല്ല ബലമുള്ള വടിയാണ് സാറേ. സാറ് പേടിക്കാതെ തുടങ്ങിക്കോ. ലഡ്ഡു സിംഗ് സാറേ, എന്തിനാ ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? ശിവ, ആ അത്ലറ്റിക് മോഷ്ടാവ് ഭയങ്കര പരാക്രമശാലിയാണെന്നാണ് അവന്റെ വിചാരം. ഞാനും അവനെ പോലെ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്ത് ഭയങ്കര ബലശാലിയായി അവനെ ചേസ് ചെയ്ത് പിടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
പിടിക്കണേ. രക്ഷകനേ. ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. എനിക്ക് തോന്നുന്നു എന്റെ പ്രാക്ടീസ് അത്ര പോരാ. ലഡു സിംഗ് സാർ, നിങ്ങളൊന്നും അത്ര നന്നായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ജമ്പ് ചെയ്യേണ്ടതെന്ന്. ശിവ ശിവ, എന്നെ ഒന്ന് താഴെ ഇറക്ക് ശിവ. എനിക്ക് പേടിയായിട്ട് വയ്യ ശിവ. വേഗമാ എന്നെ ഒന്ന് അതി, നീ അങ്ങനെ പതുക്കെ തീറ്റി തീറ്റി താഴോട്ട് ഇറങ്ങാൻ നോക്ക്. താഴെ വീണു. ഇനിയിപ്പോ എന്റെ സ്റ്റൈലിൽ തന്നെ ആ കള്ളനെ എനിക്ക് പിടിക്കേണ്ടി വരുന്ന തോന്നുന്നേ. കള്ളൻ കള്ളൻ വേഗം പിടിക്ക്. ആരെങ്കിലും പിടിക്ക്. കള്ളനെ പിടിക്ക്. കള്ളൻ കള്ളൻ ഓടുന്നു. കള്ളൻ കള്ളൻ വേഗം പിടിക്ക്. കുട്ടി മര്യാദയ്ക്ക് പോകുന്ന നിനക്ക് നല്ലത്. ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വരരുത് കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ ശിവ എന്നാണ് എന്റെ പേര്. Hands up. ആഹാ. മര്യാദയ്ക്ക് രണ്ടുപേരും നിയമത്തിന് കീഴടങ്ങിക്കോ. ഐ, എടോ മാനേജറെ താനോ? അതും ഈ കള്ളനോടൊപ്പം? ഇങ്ങനെ മോഷ്ടിക്കുന്നതിൽ നിങ്ങൾ തമ്മിലുള്ള ഡീലിങ്സ് എന്താണ്? വേഗം പറഞ്ഞോ. എന്റെ രഹസ്യങ്ങളെല്ലാം വെളിച്ചത്തായി. ഇനി ഞാൻ ഒളിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ ചെറുക്കൻ കള്ളനൊന്നുമല്ല, സിംഹാനിയ ഇൻഡസ്ട്രീസ് ഓണറിന്റെ മകനാണ്. അതെ, ഞാനും കള്ളനൊന്നും അല്ല, സിൽവർ മെഡലിസ്റ്റ് അത്ലറ്റ് ആണ്. എന്റെ അടുത്ത് യാതൊന്നിനും ഒരു കുറവുമില്ല. എനിക്ക് ആവശ്യമുള്ളത് ആകെ ഒരു ഗോൾഡ് മെഡൽ മാത്രമായിരുന്നു. എല്ലാ തവണയും ഗോൾഡ് മെഡൽ ആ സ്റ്റാർ അത്ലറ്റ് ഷംസീർ സിംഗ് ആണ് വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് ഞാനും ഇവനും ചേർന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണ്. സ്റ്റാർ അത്ലറ്റിക്കിനെ കള്ളനെന്ന് മുദ്ര കുത്തി നാണം കെടുത്തണമെന്ന്. പിന്നെ അവന് ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഗോൾഡ് മെഡൽ ഇവന് കിട്ടുകയും ചെയ്യും. പക്ഷെ ഈ കുട്ടിയുണ്ടല്ലോ, കുട്ടിയെന്ന് പറയരുത് അങ്കിൾ. അതെ അതെ അറിയാം. ശിവ ഞങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിച്ച് പാളീഷാക്കി. നിങ്ങൾ എത്ര വലിയ ഒരു സ്പോർട്സ്മാൻ ആണെന്നറിയോ? നിസ്സാരമായ ഒരു ഗോൾഡ് മെഡൽ വാങ്ങിക്കാൻ വേണ്ടി ഇത്ര ചീപ്പായ പണി ചെയ്തല്ലോ. ഒരിക്കലും ഒരു സ്പോർട്സ്മാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഗോൾഡ് മെഡൽ ആയാലും ശരി, സിൽവർ മെഡൽ ആയാലും ശരി, പരിശ്രമിച്ചു വേണം എല്ലാം നേടുവാൻ. ശരി, ഇതൊന്ന് ആദ്യം വേഗം പറഞ്ഞേ. ആ സ്റ്റാർ അത്ലറ്റ് എവിടെ പോയി? അവൻ എന്റെ വീട്ടിൽ പൂട്ടി വെച്ചിരിക്കുക. ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വിടാന്ന് വിചാരിച്ചതാ. ഞാൻ ട്രെയിനിങ് ചെയ്യായിരുന്നു. ഒറ്റത്തവണ എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയ മതിയായിരുന്നു. അതിൽ കൂടുതൽ ആഗ്രഹമില്ല. എന്റെ പ്രവൃത്തിയിൽ എനിക്ക് വളരെ നാണക്കേടുണ്ട്. എടോ, ഇനിയിപ്പോ താനിതൊക്കെ ആലോചിച്ച എന്ത് കാര്യം? നീ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നീ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. ഇനി എത്രയും പെട്ടെന്ന് ചെന്ന് ആ സംശയ് സിംഗിനെ പുറത്താക്കാൻ നോക്കൂ. എന്നിട്ട് നിങ്ങൾ അവരോട് മാപ്പും ചോദിക്കണം. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി എനിക്കുണ്ട്. ഇവരെ രണ്ടുപേരും അകത്താക്കിയതിനു ശേഷം എനിക്ക് ഒരു നല്ല കോച്ചിനെ അന്വേഷിക്കണം. അതായത് എനിക്ക് പോൾ വോൾട്ട് പഠിക്കാൻ വേണ്ടിട്ടാണ്. ഒരുപക്ഷെ പിന്നീട് ഇതുപോലൊരു കള്ളൻ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആ വടി പിടിച്ച് ഇതുപോലെ ഇങ്ങനെ ചാടി 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 ആ കള്ളനെ പിടിച്ചിരിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.